ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂം ആപ്പിനെ പറ്റിയിട്ടാണ്. ഇന്ന് നമ്മൾ ഒട്ടുമിക്ക പേരും സൂമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്തിനായാലും ശരി, ഒരു ഓഫീസിലെ മീറ്റിംഗ് ആയാലും ശരി, സ്കൂളിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിലും ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് സൂം ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ തന്നെ അത് ഡെസ്ക്ടോപ്പിൽ എങ്ങനെ യൂസ് ചെയ്യാം, മൊബൈലിൽ എങ്ങനെ യൂസ് ചെയ്യാം, ഇതൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല മീറ്റിംഗ് എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം, അതുപോലെ എങ്ങനെ മറ്റൊരാൾ ഹോസ്റ്റ് ചെയ്ത മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാം, ഇതൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ കാണുന്നുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സൂം കിട്ടുക എന്നുള്ളതാണ്. നമ്മുടെ ബ്രൗസർ ഏതാണോ അത് ഓപ്പൺ ചെയ്യുക, zoom.us എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. zoom.us അപ്പോൾ തന്നെ വരുന്നുണ്ട്, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ റീഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പേജിലേക്കാണ്. ഇതിപ്പോൾ ഡെസ്ക്ടോപ്പിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ zoom.us എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ നമ്മൾ റീഡയറക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെയൊരു പേജിലേക്കാണ്. ഓക്കെ, ഇവിടെ ഈ ഒരു റൈറ്റ് സൈഡിലേക്കായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ കാണാം, സൈൻ അപ്പ് ഇറ്റ്സ് ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫോർ വെരിഫിക്കേഷൻ പ്ലീസ് കൺഫേം യുവർ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഏതൊക്കെയോ മന്തും ഇയറും ഒക്കെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഓപ്ഷൻ, അതായത് ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് സൈൻ അപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സൈൻ ഇൻ വിത്ത് എന്ന് പറഞ്ഞിട്ട് SSO, ആപ്പിൾ, ഗൂഗിൾ, ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ എടുത്തിട്ടാണ് സൈൻ അപ്പ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഗൂഗിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാം, ചൂസ് ആൻ അക്കൗണ്ട് ടു കണ്ടിന്യൂ ടു സൂം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ സൈൻ ഇൻ ചെയ്തപ്പോൾ നേരെ എത്തിയിട്ടുള്ള മീറ്റിംഗ്സ് എന്നുള്ള പേജിലേക്കാണ് അല്ലേ? അപ്പോൾ ഇതിൽ അപ്കമിങ്, പ്രീവിയസ്, അതായത് എന്താണോ വരാനുള്ള മീറ്റിംഗ് എന്താണോ അതിവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രീവിയസ് മീറ്റിംഗ്സ് ഉണ്ടാവും. മീറ്റിംഗ് ടെംപ്ലേറ്റ് വേണമെങ്കിൽ അതുപോലും ഇവിടെ ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് ടോപ്പിക്കിനെ പറ്റിയിട്ട് കൊടുക്കാം, ഡേറ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അത് മാത്രമല്ല ഡ്യൂറേഷൻ വരെ. ഇപ്പോൾ 2 hours ആണ് നിങ്ങൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 2 hours. നമ്മൾ ഓൺലൈനിൽ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്, ഡ്യൂറേഷനൊക്കെ ഇവിടെ 2 hours ആണെങ്കിൽ അതൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ച് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം സേവ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് മാത്രമല്ല ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഈ മീറ്റിംഗ് ഷെയർ ചെയ്യുക എന്നുള്ളത്, സെക്യൂരിറ്റി എന്നുള്ളിടത്ത് നിങ്ങൾക്ക് കാണാം ഒരു പാസ്കോഡ് കാണാം. ഓക്കെ, അപ്പോൾ ഈ പാസ്കോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മീറ്റിങ്ങിലേക്ക് ആർക്കൊക്കെ ജോയിൻ ചെയ്യണോ അവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ ഒരു പേജിൽ പറഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്ന മീറ്റിംഗ് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം എന്നുള്ളതാണ് കണ്ടത് അല്ലേ? ഇനി അതുപോലെ തന്നെ മറ്റൊരാൾ ഷെഡ്യൂൾ ചെയ്ത മീറ്റിങ്ങിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനാണെങ്കിൽ ഈ ജോയിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞ പോലത്തെ ഒരു ഐ ഡി ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ മീറ്റിംഗ് ID അല്ലെങ്കിൽ പേഴ്സണൽ ലിങ്ക്, ഒന്നുകിൽ അവർ നിങ്ങൾക്ക് ലിങ്ക് സെൻഡ് ചെയ്യും. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ഒരു ഈ സൈറ്റിൽ നിന്ന് തന്നെ എങ്ങനെ ചെയ്യാം, അതായത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാണ്ട് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ മീറ്റിംഗ് ID അല്ലെങ്കിൽ ലിങ്കോ അവർ സെൻഡ് ചെയ്യുന്നത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജോയിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി ഇവിടെ ഹോസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, വിത്ത് വീഡിയോ ഓഫ്, വീഡിയോ ഓൺ, സ്ക്രീൻ ഷെയർ ഓൺലി. അതായത് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന മീറ്റിംഗ് എങ്ങനെയാണ്, നമ്മളാണിപ്പോൾ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ വീഡിയോ ഓഫ് ആയിട്ടാണോ അല്ലെങ്കിൽ വീഡിയോ ഓൺ ആക്കിയിട്ടാണോ, ഇനി സ്ക്രീൻ ഷെയർ മാത്രം മതിയോ എന്നൊക്കെയുള്ള ഓപ്ഷനാണ് ഈ പറയുന്നത്. പ്രൊഫൈൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ മീറ്റിംഗ് ഒക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വേണം അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വെക്കാവുന്നതാണ്. അത് മാത്രമല്ല പ്രൊഫൈൽ പിക്ചർ നിങ്ങൾക്ക് നല്ലൊരു പിക്ചർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ ടോപ്പിക്, അതായത് നമ്മുടെ എങ്ങനെ ഈ സൂം ആപ്പ് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വരേണ്ടത് ഹോം പേജിലേക്കാണ്. ഹോം പേജിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡൗൺലോഡ് സൂം ടു യുവർ കമ്പ്യൂട്ടർ എന്നുള്ളത് അല്ലേ? ഇങ്ങനെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഡൗൺലോഡ് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയും ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ. സൂം ഇൻസ്റ്റാളർ
എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടത് മുഴുവനും നമ്മളെ ഗൂഗിൾ ക്രോം എടുത്തിട്ട്, അതായത് വെബിലാണ് zoom.us എന്ന് ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആപ്പിൽ നിന്ന് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത്, വളരെ ക്വിക്കായിട്ട് ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അത് മാത്രമല്ല, നമുക്കിപ്പോൾ സ്ക്രീൻ ഷെയർ എന്നൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് നമ്മുടെ സ്ക്രീൻ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ആപ്പാണ് അവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയാം. അപ്പോൾ നമ്മുടെ ആപ്പ് ഇവിടെ ഡൗൺലോഡ് ആയി കിടക്കുന്നുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റലേഷൻ വാസ് സക്സസ്ഫുൾ എന്ന് വന്നിട്ടുണ്ട്. ഡൺ അടിക്കുകയാണ്. ഇവിടെ താഴെ വന്ന് കിടക്കുന്നുണ്ട് സൂം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. ഇതൊന്ന് ഞാൻ ക്ലോസ് ചെയ്തിട്ട് എങ്ങനെ എടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ജസ്റ്റ് ഈ ഒരു സെർച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. സൂം എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്നുണ്ട് സൂം ആപ്പ് എന്നുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ ഇങ്ങനെ വൺസ് നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെബൊന്നും എടുത്തിട്ട്, അതായത് ക്രോമിലൊന്നും പോയി ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഫോണിലും കൂടി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇനി ജോയിൻ എ മീറ്റിംഗ്, അതായത് നിങ്ങളുടെ ഓഫീസിലുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ് ആരെങ്കിലും ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്തിട്ട് ഇത്ര ടൈമിന് നമ്മൾ മീറ്റിങ്ങിന് വരണം എന്ന് പറയുകയാണെങ്കിൽ ആ മീറ്റിങ്ങിന് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ജോയിൻ എ മീറ്റിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടാണ്. ഓക്കെ, ദെൻ അവർ തരും ഒരു മീറ്റിംഗ് ID അല്ലെങ്കിൽ ഒരു ലിങ്ക് തരും. അപ്പോൾ അത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഒരു ID ഇവിടെ പേസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ജോയിൻ എന്നുള്ളത് ആക്റ്റീവ് ആകും. പിന്നീട് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് അവരുടെ മീറ്റിങ്ങിലേക്ക് ജോയിൻ ആവാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സൈൻ ഇൻ എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നോക്കിക്കോളാം, എൻ്റർ യുവർ ഇമെയിൽ ID എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇമെയിൽ ID വെച്ചിട്ടാണെങ്കിൽ എൻ്റർ യുവർ ഇമെയിൽ ID, അതിൻ്റെ പാസ്വേഡ് നമ്മൾ കൊടുക്കണം. അതെല്ലാം നമുക്ക് ഗൂഗിൾ വെച്ചിട്ട് കയറാവുന്നതാണ്. ഓക്കെ, ഞാനപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ സൂം ആപ്പിൽ നമ്മളിവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അതായത് ന്യൂ മീറ്റിംഗ്, ജോയിൻ, ഷെഡ്യൂൾ, ഷെയർ സ്ക്രീൻ, ഇതിനുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഇതിൽ ചാറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മീറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതിൽ നിങ്ങളുടെ പേഴ്സണൽ ID എന്ന് പറയുന്നത് ഇതാണ്. വേറൊരാൾക്ക് മീറ്റിംഗ് സെറ്റ് ചെയ്തിട്ട് ആ ID സെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ID ആണ് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവരിത് ടൈപ്പ് ചെയ്തിട്ട്, അതായത് ഫസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ ജോയിൻ മീറ്റിംഗ് എന്നുള്ളിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ID എൻ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ അയാൾക്ക് കൊടുക്കേണ്ട ID എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ദെൻ നമുക്കിവിടെ വൈറ്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതൊരു പുതിയ ഫെസിലിറ്റിയാണ്. ടീച്ചിങ്ങിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. ന്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ വൈറ്റ് ബോർഡ് വരിക. ഇപ്പോൾ ഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വരയ്ക്കാം. അതുപോലെ തന്നെ എഴുതാം. ഇനി ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണമെങ്കിൽ അതെടുക്കാം. ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാവും. കണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് പോലും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സൂമിൽ വൈറ്റ് ബോർഡ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ സ്ക്രീൻ എന്ന നമ്മുടെ മീറ്റിംഗ് ID ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഷെയർ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതായത് നമ്മുടെ മീറ്റിംഗ് ID അടിച്ചു കൊടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്ക്രീനാണ് വന്നിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ എന്തൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ, അതായത് എൻ്റെ ഡെസ്ക്ടോപ്പിൽ ഞാൻ എന്തൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ അതൊക്കെ ഇവിടെ കാണാം. അപ്പോൾ ഇതിൽ ഏതാണ് എനിക്ക് ഷെയർ ചെയ്യേണ്ടത് അത് മാത്രം ഞാനിതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് വൈറ്റ് ബോർഡാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ബോർഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്ന ആൾക്ക് ഇപ്പോൾ ഈ വൈറ്റ് ബോർഡ് കാണാം. അപ്പോൾ ഇതിൽ ഞാൻ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഷെയർ ചെയ്തുള്ള ആൾക്ക് ഈ വൈറ്റ് ബോർഡ് ഇപ്പോൾ കാണാം. അതുപോലെ തന്നെ നമുക്ക് പഠിപ്പിക്കുന്നത് റെക്കോർഡ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഒരാൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമുക്ക് അവിടെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. മോറിൽ വന്നിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യാത്തവർക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ കാണാനുള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. ഇനി നമുക്കിപ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഷെയർ, അതായത് ജസ്റ്റ് ഒന്ന് മൗസ് അനക്കുമ്പോൾ തന്നെ വരുന്നുണ്ട് സ്റ്റോപ്പ് ഷെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സൂം ആപ്പ് യൂസ് ചെയ്യുന്നത്.
ഇനിയിപ്പോൾ ഹോം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുമുണ്ട്. ഷെയർ സ്ക്രീൻ കണ്ടു കഴിഞ്ഞു. ഇനി ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ, അതായത് എന്തെങ്കിലും മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ എന്താണ്, ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കാം, ടൈം കൊടുക്കാം, ഡ്യൂറേഷൻ കൊടുക്കാം. അതായത് ഇപ്പോൾ ഒരു മീറ്റിംഗ് നമ്മളൊരു 1 അവറിലേക്കാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ അവേഴ്സ് വരെ കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. മനസ്സിലായല്ലേ? ദെൻ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം സേവ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീറ്റിംഗ് ഷെഡ്യൂൾ ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് ആ മീറ്റിംഗ് ID നമുക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ ന്യൂ മീറ്റിംഗ് എന്നുള്ളത് നമുക്ക് ഷെയർ ചെയ്യാം. അതായത് ഇപ്പം തന്നെ നമുക്കൊരു മീറ്റിംഗ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് വിത്ത് വീഡിയോ നമുക്ക് ഈ ഒരു മീറ്റിംഗ് വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഒരു മീറ്റിംഗിലേക്ക് അവർക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു ലിങ്കാണ് നമുക്ക് കൊടുക്കണമെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കാണാം കോപ്പി ID, അവർക്ക് ID കോപ്പി ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇൻവിറ്റേഷനായിട്ട് ലിങ്കായിട്ട് കൊടുക്കാവുന്നതാണ്. കോപ്പി ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ലിങ്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ നോട്ട് പാഡ് എടുത്തിട്ട് ആ ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. Ctrl+V അടിച്ചു. കണ്ട, അസിത വിജിലേഷ് ഈസ് ഇൻവൈറ്റിംഗ് യു ടു എ ഷെഡ്യൂൾഡ് സൂം മീറ്റിംഗ്. കണ്ട, അപ്പോൾ ഇങ്ങനെ ജോയിൻ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലിങ്കാണ് നമുക്ക് വരിക. ഇനിയിപ്പോൾ അതല്ല മീറ്റിംഗ് IDയും പാസ്കോഡും യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യേണ്ടതെങ്കിൽ അതും എടുക്കാം. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ചെയ്തിട്ട് ആ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ സൂം മീറ്റിങ്ങിനെ പറ്റിയിട്ട് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.